എന്തിനാണ് ഒരു ഐഡന്റിഫിക്കേഷൻ പരേഡ് നടത്തേണ്ടത് എന്ന് ആ SHOയ്ക്ക് വ്യക്തതമില്ല. അയാൾ എന്തൊക്കെ പഠിച്ചു വെച്ചിട്ട് അത് പൊതുജനങ്ങളുടെ പേരിലായിട്ട് അങ്ങോട്ട് ആവേശിച്ച് അതിനൊരു വകുപ്പുണ്ടാക്കുന്ന മനുഷ്യനാണെന്ന് തോന്നുന്നു. ഒരു ഗ്രേവ് ക്രൈം കമ്മിറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ ഐഡന്റിഫിക്കേഷൻ്റെ പരേഡ് നടത്തേണ്ട ഒരു ആവശ്യം വരുന്നത്. പ്രത്യേകിച്ച് മർഡർ, അറ്റംപ്റ്റ് ടു മർഡർ, അങ്ങനെയുള്ള ഈ ക്രിമിനൽസ് ചെയ്യുന്ന ഗ്രേവ് ക്രൈം ആ നാട്ടിലോ അല്ലെങ്കിൽ ആ വീടിൻ്റെ സംഭവം നടന്ന വീടിൻ്റെ പരിസരത്തോ ഉള്ളവരല്ലാതെ മറ്റ് സംസ്ഥാനത്തു നിന്ന് ദൂരെ നിന്നൊക്കെ വരുന്ന അല്ലെങ്കിൽ ക്രിമിനൽ ഗാങ്ങുകൾ വന്ന് ചെയ്തിട്ട് പോകുമ്പം അവരെ ആ വീട്ടുകാർക്കോ അതിൻ്റെ പരിസരത്തുള്ളവർക്കോ നാട്ടുകാർക്കോ സുപരിചിതരല്ല. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡ് നടത്തുന്നത്. അത് 54 CRPC പ്രകാരം 54A CRPC പ്രകാരമായിരുന്നു എന്ന് പറഞ്ഞാൽ BNSS അതിൽ 54 പ്രകാരമാണ് ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡ് നടത്തുന്നത്. അപ്പോൾ ആ SHOയ്ക്ക് കാര്യമായ അന്വേഷണ പാഠവമില്ല എന്ന് തന്നെയാണ് ഇത് മനസ്സിലായത്. അതുകൊണ്ട് അയാളെ അടിയന്തരമായിട്ട് അവിടെ നിന്ന് മാറ്റിയിട്ട് അയാൾക്ക് ട്രെയിനിങ് വീണ്ടും കൊടുക്കണം, അയാളെ ഡീപ്രൊമോട്ട് ചെയ്യണം. ഒരു SHO ആയിട്ട് ഇരിക്കാനുള്ള യോഗ്യത അയാൾക്കില്ല. ഒരു SI ആയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വീണ്ടും ട്രെയിനിങ്ങിന് പോകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.